കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ വടിയിലൊന്ന് പിടിക്കേ. കൈ എടുത്ത് പതുക്കെ പിടിച്ചോളൂ. അടുത്ത കൈ കൂടി പിടിച്ചോളൂ. ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കേ. പതുക്കെ എണീച്ചോളൂ. ധൈര്യമായിട്ട് എണീച്ചോളൂ. ഇത് ശക്തമായി നിങ്ങളൊന്ന് കുത്തി നിൽക്കേ. ഇനി പതുക്കെ ഒരടി ഒന്ന് മുന്നോട്ട് വെച്ചേ. നടക്കും. ശ്രമിച്ചേ. പതുക്കെ. ആ കാലെടുത്ത് മുന്നോട്ട് വെച്ചേ. മറ്റേ കാലും കൂടി എടുത്തു വെച്ചേ. കൊള്ളാം കൊള്ളാം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പുരോഗതിയുണ്ടോ? ഞാൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ എണീറ്റ് നടക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നെനിക്കറിയില്ല. പക്ഷേ ഇനി നല്ല കാര്യങ്ങളല്ലാതെ മനസ്സിലൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ചെയ്തതിന്റെ എല്ലാം ഫലം ഇല്ലാതെയാകും. ശരി വൈദ്യരെ. ഇന്ന് ഇത്രയും മതി. ഇനി കിടത്തിക്കോളൂ. കാല് പതുക്കെ പുറകോട്ട് വെക്കുക. അടിയിൽ നന്നായി കിടത്തിക്കോളൂ. പതുക്കെ 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 കിടത്തിക്കോളൂ. പതുക്കെ 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 പിടിച്ചു. ഒരു മാസത്തിനകം ശരിയാകുമല്ലോ അല്ലേ വൈദ്യരെ? സംശയം എന്താ? പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ ഈ വടിയുടെ സഹായം ഇല്ലാതെ സാറിന് ഞാൻ നടത്തിത്തരാം. ആയുർവേദത്തിന് ഇത്രയൊക്കെ ശക്തിയുണ്ടോ? ഓ, മനുഷ്യന്റെ രോഗങ്ങൾക്ക് വേണ്ടതെല്ലാം, എല്ലാ മരുന്നുകളും ദൈവം പ്രകൃതിയിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മനുഷ്യന് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നുപോയി. പ്രകൃതി എന്നാൽ ഈശ്വരൻ. ഈശ്വരനിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് പ്രകൃതിയിലെ ഔഷധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത്രയുള്ളൂ. ജീവിക്കാനുള്ളതും മരിക്കാനുള്ളതും പ്രകൃതിയിൽ തന്നെയുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, നാളെ വരെ. ഓ ശരി. ശരി വൈദ്യരെ. ആ വൈദ്യര് പറഞ്ഞത് കേട്ടോ? ചീത്ത വിചാരങ്ങളൊന്നും മനസ്സിൽ പാടില്ലെന്ന്, നല്ല വിചാരങ്ങൾ മാത്രമേ പാടുള്ളൂന്ന്. എന്റെ മനസ്സിലെ എല്ലാം നല്ലതാടോ. ഷാജി, എന്താ അവിടെ കല്യാണം നടക്കുന്നത്? ഏത് ക്ഷേത്രത്തിലടാ? ഒരു വിവരം കിട്ടിയിട്ടുണ്ട് സാറേ. എന്താടാ? കല്യാണം നടക്കുന്നത് നേരത്തെ രാജീവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ച അതേ അമ്പലത്തിൽ വെച്ചാ. സദ്യക്കുള്ള ഏർപ്പാടും അവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകളെ പങ്കെടുക്കുന്നുള്ളൂന്നാണ് കേട്ടത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താടാ? അവരെല്ലാം വലിയ സന്തോഷത്തിലാണ് സാറേ. സാറേ കിടപ്പീന്നാ ഈ അടുത്ത കാലത്തൊന്നും എണീക്കൂലെന്നാ അവരുടെ വിശ്വാസം.
അവരങ്ങനെ വിചാരിക്കട്ടടാ. പക്ഷേ ആ കല്യാണ ദിവസം ഞാനവിടെ എത്തിയിരിക്കും. രണ്ടിലൊന്നിനെ ഞാൻ തീർത്തിരിക്കും. വേണ്ടവന് ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് വാങ്ങിക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കല്യാണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ അച്ഛാ. വാങ്ങിച്ചോ സുധാരനേരെ, മരുമോന്റെ ഗിഫ്റ്റ് അല്ലേ, ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. അല്ല പത്മാവതിയമ്മ, ഞാൻ അത് അങ്കിളെ, ഒരു മരുമകൻ എന്ന നിലയിലല്ല, പ്രിയയുടെ ഏട്ടൻ എന്ന നിലയിൽ അവളുടെ കാര്യത്തിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോ മോൻ ചെലവാക്കിയ തുകയ്ക്ക് ഒരു കണക്കുമില്ല. അപ്പൊ ഈ കല്യാണം നടത്താനുള്ള തുകയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പത്മാവതിയമ്മ. പിന്നെ അമ്പലത്തിൽ അങ്ങനെ അധികം ചിലവൊന്നുമില്ല. ഓഡിറ്റോറിയം നമുക്ക് സൗജന്യമായിട്ട് അവർ തരുന്നത്. കുടുംബക്ഷേത്രമല്ലേ. പിന്നെ കല്യാണത്തിനാണെങ്കിൽ വളരെ കുറച്ച് ആളുകളെ നമ്മൾ വിളിക്കുന്നുള്ളൂ. അപ്പോൾ സദ്യയ്ക്കും വളരെ ചെലവ് കുറവ്. ഈ പണം തൽക്കാലം മോൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. സുധാരനേരെ, അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട. കല്യാണം എന്ന് പറയുമ്പോ ഒരുപാട് ചെലവുള്ളതല്ലേ, വാങ്ങിച്ചോളൂ. വേണ്ട പത്മാവതിയമ്മേ. അച്ഛൻ ഇങ്ങനെ വേണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് അത് നിർബന്ധിച്ചു കൊടുക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ചോദിച്ചോളൂ. പിന്നെ അതിനച്ഛന് അഭിമാനക്കുറവൊന്നും ഉണ്ടാവില്ല, അല്ലേ അച്ഛാ? എന്താ അഭിമാനക്കേട്? മകനെ പോലെ ഞാൻ കരുതുന്ന എൻ്റെ ഈ മരുമോനോട് എൻ്റെ ആവശ്യങ്ങൾക്ക് പണം ചോദിക്കുന്നതിൽ എനിക്കൊരു നാണക്കേടുമില്ല, ഒരു അഭിമാനക്കേടുമില്ല. പിന്നെ സഹായിക്കാൻ 100 മനസ്സുണ്ടെന്നും എനിക്കറിയാം. പിന്നെ മോൻ വിളിച്ചപ്പോൾ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താ അങ്കിളെ? നാളെ കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു ജയപ്രകാശ് വിളിച്ചു പറഞ്ഞിരുന്നു. നിങ്ങളും കൂടി വരണം. അത് വേണ്ടെങ്കിലേ, പ്രിയയും കൂട്ടി അങ്കിളും ആന്റിയും കൂടി പോയാൽ മതി. ജ്യോതിക്കാണെങ്കിൽ വയ്യാതിരിക്കല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ വരുന്നില്ല. ജയപ്രകാശോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. മോനെ, അത് സുധാരനേരെ, ഒന്നും വിചാരിക്കണ്ട. വേറൊന്നും കൊണ്ടല്ലല്ലോ വരാതിരിക്കുന്നത്, ഒട്ട് വഴിയാഞ്ഞിട്ടല്ലേ. അങ്കിളെ, ഒരു കാര്യം വിട്ടുപോരുത്. വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ രാജീവിന്റെ അച്ഛനെ ആദ്യം തന്നെ ക്ഷണിക്കണം. അത് പിന്നെ പറയണോ മോനെ? മറ്റാരേക്കാളും അദ്ദേഹത്തിന് തന്നെയല്ലേ നമ്മൾ ആദ്യം വിളിക്കേണ്ടത്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവളെ അനുഗ്രഹിക്കേണ്ടത് ഹരികുമാരമേനോനും ഭാര്യയും തന്നെ ആയിരിക്കണം. അവരുടെ ശാപം ഒരിക്കലും എൻ്റെ മകളുടെ മേൽ വീഴരുത്. മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയാ. അവരുടെ പ്രാർത്ഥന വേണം എൻ്റെ മകൾക്ക്. വിളിക്കാം. എന്താ വിളിച്ചത്? കല്യാണ സാരി എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വിളിച്ചതാ. അതിന് എന്ത് പറയാനാ? അങ്ങ് എടുത്താ പോരെ. എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ എടുക്കുന്നത്. സാരി ഉടുക്കുന്ന ആളുടെ ഇഷ്ടമല്ലേ പ്രധാനം. എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടവും തോന്നുന്നില്ല. നിശ്ചയിച്ച സമയത്ത് തന്നെ കല്യാണം നടക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. താൻ പേടിക്കണ്ടടോ. നിശ്ചയിച്ച സമയത്ത് തന്നെ എല്ലാം നടക്കും. എന്തായാലും ഇപ്പൊ കിടക്കുന്ന കിടപ്പിന്ന് ഉടനെയൊന്നും അവിനാശ് എഴുന്നേറ്റ് വന്ന് കല്യാണം തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. കേസിന്റെ കാര്യം എന്തായി പ്രകാശേട്ടാ? അത് കൊള്ളാലോ. പ്രകാശേട്ടനെന്നോ? ഇതപ്പോ തുടങ്ങി. ആദ്യമായിട്ടാണല്ലോ ഈ വിളി. എന്തേ അങ്ങനെ വിളിച്ചൂടെ? ഓ, വിളിക്കാലോ, വിളിച്ചോളൂ. പിന്നെ കേസിന്റെ കാര്യത്തിൽ താൻ പേടിക്കൊന്നും വേണ്ട. ഈ അടിയിൽ നിന്ന് ഒന്ന് ശരിയായി വരുമ്പോ ജീവപര്യന്തത്തിന്റെ ഒരു ചങ്ങല കൂടി ഞാൻ അവന് മേടിച്ചു കൊടുക്കും. അതോടുകൂടി അവിനാശിന്റെ കാര്യം ക്ലോസ്. പിന്നെ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും.
തനിക്കെന്താ പേടിയുണ്ടോ? പേടിയില്ല എന്ന് ഞാൻ പറഞ്ഞ അത് കള്ളമാവും. താൻ പേടിക്കണ്ടടോ, ഞാനില്ലേ കൂടെ. അതെ, തനിക്ക് കല്യാണ സാരി ഏത് കളറാ ഇഷ്ടം? എനിക്കങ്ങനെ ഏത് കളർന്നൊന്നുമില്ല. പ്രകാശേട്ടന് ഇഷ്ടമുള്ള കളർ എടുത്താൽ മതി. സാധാരണ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. എന്നാ അവരവരുടെ ഇഷ്ടം വളരെ വ്യക്തമായും ക്ലിയർ ആയിട്ടും പറയണം. മനസ്സിലായോ? ശരി, നാളെ ആവട്ടെ. സാരി എടുക്കാൻ വരുമ്പോ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞോളാം. അതുപോരെ? മതി. എന്നാ പോയി കിടന്നോ, സമയം ഒരുപാടായി. ശരി, അപ്പൊ നാളെ കാണാം. ശരി, ഗുഡ് നൈറ്റ്. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പോയിട്ടൊരിഷ്ടം പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ എന്താ ആരും ഒന്നും പറയാത്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളെല്ലാരും എന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കി നിൽക്കുന്നത്? ചോദിച്ചതിന് മറുപടി പറയൂ. മൈസൻ, നീ ഇപ്പൊ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല എല്ലാവരും നിൽക്കുന്നത്. അല്ല, ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താ ഡി കെ? ആവശ്യമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്കെതിരെ ചില കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഡി കെ പറഞ്ഞതൊക്കെ ശരി തന്നെ. അതൊക്കെ ഇത്ര പെട്ടെന്ന് വേണമെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഗോകുലേ, ഈ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. നാളെ ഞാൻ കാരണം ഇതിലെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കെല്ലാം സ്വന്തമായി വീടും കുടുംബവും ബിസിനസ്സും നിലനിൽപ്പും എല്ലാം വേണം. അതിനുവേണ്ടിയാ ഞാൻ ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അമ്മേ, ഇവർക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും എത്രയും വേഗം ഇവരുടെ പേരിൽ എഴുതി വെക്കണം. ചിത്രയ്ക്കും മായയ്ക്കും താരയ്ക്കും നിങ്ങൾക്കിഷ്ടമുള്ള ഓരോരോ ബിസിനസ്സുകൾ തുടങ്ങാം. അതെന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാനാ ഇഷ്ടം. അല്ലെങ്കിൽ ചെറിയൊരു സ്വർണ്ണക്കടയായാലും മതി. മായയ്ക്കോ? എനിക്കൊരു പ്ലാൻ നഴ്സറിയും ഫ്ലവർ ഷോപ്പും തുടങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോ ചിത്രയ്ക്കോ? എനിക്കൊരു കേക്ക് ഹട്ട് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ 3 പേരും അതിനുവേണ്ട ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്തു. മൈസൻ, നിനക്കെന്താ എല്ലാത്തിനും ഇത്ര വെപ്രാളം? എന്തിനെങ്ങനെ ധൃതി പിടിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അമ്മേ, ഇത് നമ്മുടെ കുടുംബമാണ്. പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വേറെയാ. ഇത് ഞാൻ ഇപ്പം അല്ല, നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇവർ6 പേരും എന്നും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം. ഒറ്റ മനസ്സോടെ പരസ്പരം വഴക്കിടാതെ ഈ കുടുംബത്തിന്റെ നെടുന്തൂണുകളായി നിലനിൽക്കണം. വരുംകാലം അമരാവതി അറിയാനുള്ളത് ഇവരുടെ പേരില. മൈ ലിറ്റിൽ കണ്ണ, ഇവരെന്തൊക്കെയാ പറയുന്നത്? അമ്മേ, ഈ സ്വത്തുക്കളൊക്കെ കെട്ടിപ്പൂട്ടി എങ്ങും കൊണ്ടുപോകാനും ഒറ്റയ്ക്ക് അനുഭവിക്കാനും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഇവർക്ക് അവകാശപ്പെട്ടതെല്ലാം ഇവർക്ക് തന്നെ കിട്ടണം. അത് അവരുടെ ഭാവിക്ക് വേണ്ടിയാ. നിങ്ങൾ ആലോചിക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന്, എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി.
അപ്പൊ എന്റെ സ്വർണ്ണക്കട നടക്കുമായിരിക്കുമല്ലേ? നിനക്ക് എന്താടാ പറ്റിയത്? എന്തിനാ ഇപ്പോ ധൃതി പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നത്? അമ്മേ, ഇത് ജീവിതോ. കയറ്റവും ഇറക്കമൊക്കെ ഏത് നിമിഷവും വരും. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റില്ല. അടുത്ത നിമിഷം എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് ജീവിതം മാറ്റിക്കൊണ്ടേയിരിക്കണം. നാളെ എനിക്കെന്ത് സംഭവിച്ചാലും അവരാരും അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരരുത്. എല്ലാവരും സുരക്ഷിതരായിരിക്കണം. ഞാൻ അത്രേ കരുതിയുള്ളൂ. നീ ആരെയാടാ കണ്ണാ പേടിക്കുന്നത്? നിന്റെ ഉള്ളിൽ എന്താ ഇത്രയ്ക്ക് പേടി? ഏയ്, എനിക്കൊരു പേടിയില്ലമ്മേ. ഞാൻ എന്തിനെങ്കിലും പേടിച്ച് ജീവിക്കുന്ന ആളാണെന്ന് അമ്മയ്ക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണോ അമ്മ എന്നെ വളർത്തിയത്? പിന്നെ എന്താടാ നിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് ഭാരം? അമ്മേ, ചിലത് നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലത് നമുക്ക് നഷ്ടപ്പെടുത്തിയേ പറ്റൂ. എനിക്ക് ശിവയുടെ ജീവൻ നിലനിർത്തി അവനെ രക്ഷപ്പെടുത്തിയേ പറ്റുമായിരുന്നുള്ളൂ. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. നീ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് അമ്മയോട് വിശദമായിട്ട് പറയാം. എനിക്ക് ഇപ്പോ കുറച്ച് സമാധാനം വേണം. എടാ, നീ എന്താണെങ്കിലും അമ്മയോട് പറയടാ. അമ്മ, ഒരു മിനിറ്റ്. ഹലോ വക്കീലേ. ആ, പറയ്. ഡി കെക്ക് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. നമ്മളോട് പറയാത്ത എന്തോ ഒരു വിഷമം ഡി കെയുടെ ഉള്ളിലുണ്ട്. എന്തോ കണക്കൂട്ടി തന്നെയാ ഡി കെ ഇതൊക്കെ പറഞ്ഞത്. എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ ഡി കെയുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണോ ഇതൊക്കെ ചെയ്തതെന്നാ എൻ്റെ ഒരു സംശയം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നമുക്ക് അവകാശപ്പെട്ടതൊക്കെ നമ്മുടെ പേരിൽ എഴുതി തരുന്നു. അങ്ങനെ കരുതിയ പോരെ? അങ്ങനെ നമുക്ക് അവകാശപ്പെട്ടതെന്ന് പറയാൻ മാത്രം ഇതിനകത്ത് എന്താ ഉള്ളത്? ഇവരുടെ അമ്മയുടെ ഒരു അവകാശം മാത്രമല്ലേ ഉള്ളൂ. അത് ഈ മണ്ണിന് മാത്രമാ. ബാക്കിയുള്ളതെല്ലാം ഡി കെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അതാ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വീതം വെച്ച് തരുന്നത്. ഇനിയിപ്പോ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളാണോ ഡി കെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം? ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഡി കെ പെട്ടെന്ന് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലെ ഷോപ്പ് തുറക്കാൻ പറ്റാതെ അടച്ചു പൂട്ടിയല്ലോ. ആ ബിസിനസിന് വേണ്ടി ഡി കെ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ലോണും ഉണ്ട്. ആ MP വിഘ്നേശ്വർ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ആര് കാരണം സംഭവിച്ചു എന്നല്ല, ആ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഇപ്പോൾ ഡി കെയെ വല്ലാതെ ബാധിച്ചു എന്ന് തോന്നുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റോളിംഗ് ആണല്ലോ. ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റും ബിസിനസ് ലോണുകളും ഒക്കെ അതിനകത്ത് വരും. എനിക്ക് തോന്നുന്നത് ആ വിഘ്നേശ്വറിന്റെ വരവ് ഡി കെ മുൻകൂട്ടി കാണുന്നുണ്ടെന്നാ. ആ സമയത്ത് ഡി കെക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ സേഫാക്കാനുള്ള പുറപ്പാടാണോ ഇതെന്നാ എന്റെ സംശയം. ബാലു പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത് ശ്രീയേട്ടാ. ഡി കെക്ക് എവിടെയോ ഒരു അപകടം മനസ്സിലായിട്ടുണ്ട്. അതാ എല്ലാവരുടെയും കാര്യത്തില് ഡി കെ ഇത്ര സുരക്ഷിതത്വം കാണിക്കുന്നത്. നമുക്കിപ്പോ ഈ സ്വത്തുക്കളും പണമൊന്നും നമ്മുടെ പേരിൽ വരുന്നതല്ല പ്രധാന കാര്യം. ഡി കെ ആണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ഡി കെയൊക്കൊപ്പം നിൽക്കണം. അതെ, അത് തന്നെയാ വേണ്ടത്. ഇപ്പോൾ ഈ സ്വത്തുക്കളൊന്നും നമ്മുടെ പേരിൽ എഴുതണ്ട എന്ന് നമ്മൾ ഡി കെയോട് പറയണം. അതെന്തിനാ അങ്ങനെ പറയുന്നേ? എഴുതുന്നെങ്കിൽ എഴുതിക്കോട്ടെ.
ഒന്നും മിണ്ടാതിരിക്കുക താരേച്ചി. പോരെ കത്തുമ്പോ വാഴ വെട്ടല്ലേ. ആദ്യം DKയുടെ ടെൻഷൻ എന്താണെന്നൊന്ന് മനസ്സിലാവട്ടെ. അത് കഴിഞ്ഞിട്ട് മതി സ്വത്തുക്കൾ എഴുതി വാങ്ങുന്നൊക്കെ. അല്ലെങ്കിൽ തന്നെ DK പൂർണ്ണ മനസ്സോടെ എല്ലാം തരാന്ന് സമ്മതിച്ചല്ലോ. ഇനി എന്തിനാ നമ്മളെ ധൃതി കാണിക്കുന്നേ? അല്ല, ഞാൻ ധൃതി കാണിച്ചൊന്നുമല്ല, പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ആദ്യം DKയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയട്ടെ.